നമ്മുടെ ചാനലിൽ ഏതാണ്ട് ഒരു 300ഓളം പ്ലാനുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പുതിയ പ്ലാനുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് 1000 സ്ക്വയർ ഫീറ്റിന്റെ അല്ലെങ്കിൽ 900 സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇതുപോലുള്ള പ്ലാനുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ പലപ്പോഴും ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത പ്ലാനുകൾ തന്നെ വീണ്ടും റീ അപ്ലോഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന കുറച്ച് പ്ലാനുകൾ കാണാം. ഇത് ആദ്യത്തെ പ്ലാനാണ്. ഈ പ്ലാനിൽ 1073 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഈ പ്ലാനും നമുക്ക് നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ പോർച്ച് കൊടുത്തിട്ടുള്ളത്. 300-400 സെന്റിമീറ്റർ എന്നാണ് പോർച്ചിന്റെ അളവ്. ഇവിടെയായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 310-120 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. ഈ ഭാഗത്തായിട്ടാണ് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് നിന്നും നമുക്ക് ഈ ഭാഗത്തുള്ള ഡൈനിങ് ഏരിയയിലേക്ക് കയറാം. ഡൈനിങ്ങിൽ നിന്ന് തന്നെ നമുക്കിവിടെ ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്റ്റെയർ റൂം വരുന്നുണ്ട്. നമ്മൾ ഈ 1070 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന സ്റ്റെയർ റൂമിന്റെ ഏരിയ ഉൾപ്പെടെയാണ്. സ്റ്റെയർ റൂം ഒഴിവാക്കുകയാണെങ്കിൽ ഏരിയ കുറയ്ക്കാവുന്നതാണ്. ഇവിടെയായിട്ട് കിച്ചൺ വരുന്നുണ്ട്. 2 ബെഡ്റൂമുകൾ ഇതിൽ കാണാം. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-345 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 4-4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് അടുത്ത പ്ലാനാണ്. 1060 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. ഈ പ്ലാൻ നമുക്ക് നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. 350-135 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 350-300 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. അടുത്തതായി ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് നമുക്കിവിടെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും കൂടെ കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് അടുത്ത പ്ലാനാണ്. 840 സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഏരിയ വരുന്നത്. 3.5 സെന്റ് 4 സെന്റ് പ്ലോട്ടിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. ഈ പ്ലാൻ നമുക്ക് നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 300-145 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 300-290 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഈ ഒരു ഡൈനിങ് ഏരിയ ആണ്. 300-300 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ അളവ്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇത് ഈ പ്ലാനിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. 310-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. അതിന്റെ ലാൻഡിങ്ങിന് താഴെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 310-345 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇത് അടുത്ത പ്ലാനാണ്. 987 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. 3.5-4 സെന്റ് പ്ലോട്ടിലേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 330-140 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 330-320 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. 300-330 സെന്റിമീറ്റർ എന്നാണ് അളവ്. ഡൈനിങ്ങിൽ തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ അറ്റാച്ച്ഡ് ഈ ബെഡ്റൂമിലേക്കുള്ള അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 330-310 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട്. 330-280 സെന്റിമീറ്റർ എന്നാണ് കിച്ചന്റെ അളവ്. ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്.
ഇത് 900 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 300-120 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 360-300 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത്. ലിവിംഗ് ഏരിയ തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. അതിന്റെ ലാൻഡിങ്ങിന് താഴെയായിട്ടൊരു ബാത്റൂം വരുന്നുണ്ട്. 360-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ വരുന്നത്. ലിവിംഗ് നിന്നും നേരെ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. 360-114 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ അളവ്. ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. 300-270 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. ഇത് അടുത്ത പ്ലാനാണ്. 1063 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. 63 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. ഈ പ്ലാൻ നമുക്ക് നോക്കാം. 4 സെന്റ് 4.5 സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. 390-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 390-154 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. അടുത്തത് ഈ ഒരു ഡൈനിങ് ഏരിയ ആണ്. 510-250 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് കിച്ചൺ. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയ കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഇതാദ്യത്തെ ബെഡ്റൂമാണ്. 350-300 സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-344 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് അവസാനത്തെ പ്ലാനാണ്. 945 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. 4 സെന്റ് 4.5 സെന്റ് പ്ലോട്ടിലേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. 290-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 290-340 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. അടുത്തത് ഡൈനിങ് ഏരിയ ആണ്. 290-410 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ അളവ്. ഈ ഭാഗത്തായിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നുണ്ട്. അതിന് താഴെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. 360-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 320-314 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയ കാണാവുന്നതാണ്. കേരളത്തിൽ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. കൂടുതൽ അറിയാനായി താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.